വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ കുറിച്ച് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിൻ്റെ പ്രോമോയിൽ ഇവരുടെ കമൻസ് ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഉപ്പുമുളകിലെ പഴയൊരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും ആ കമൻറ്റിൽ കണ്ടത്. ആരാണ് ആ കഥാപാത്രം എന്ന് വെച്ചാൽ ഉപ്പുമുളകിലെ രമ എന്നൊരു കഥാപാത്രം. നമുക്കറിയാം സീസൺ 1ലും സീസൺ 2ലും സ്ഥിരമായിട്ടുണ്ടായിരുന്ന കഥാപാത്രമാണ്. സീസൺ 2ൽ അധികം എപ്പിസോഡൊന്നും വന്നിട്ടില്ലെങ്കിലും അവസാന കാലത്ത് കുറച്ച് എപ്പിസോഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെയാണ് ഇപ്പോൾ പ്രേക്ഷകർ സീസൺ 3 വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീകുട്ടൻ ഇപ്പോൾ സീസൺ 3 ഉള്ളത് കൊണ്ട് തന്നെയാണ്. എപ്പിസോഡ് നമ്പർ 21 ഒരു പ്രോമോ ഇറങ്ങിയിട്ടായിരുന്നു ശ്രീകുട്ടൻ അസ്വസ്ഥനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ രമ എന്നൊരു കഥാപാത്രത്തെയും കൂടി ഉള്ളിൽ കൊണ്ടുവരണമെന്ന്. നമുക്കറിയാം സീസൺ 1 രമയും ശ്രീകുട്ടനും തമ്മിലുള്ള കോംബോ അടിപൊളിയായിരുന്നു എന്ന രീതിക്ക്. അതായത് ഏതാണ്ട് ഒരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ബാലു വരുന്നതും ബാലു ശ്രീകുട്ടൻ വഴക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി കണ്ടൻറ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അതായത് ശ്രീകുട്ടൻ കല്യാണം കഴിച്ചിട്ട് വന്ന ഈ ഒരു സിറ്റുവേഷനിൽ രമ എന്നൊരു കഥാപാത്രത്തെയും കൂടി ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുളകും ആരാധകരുടെ ഒട്ടാകുള്ള ആവശ്യം. ശരിക്കും ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയത് ഒരു അടിപൊളി കണ്ടൻറ്റ് തന്നെയായിരിക്കും, അടിപൊളി എപ്പിസോഡായിരിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് തന്നെയാണ്. ഭയങ്കര ഫണ്ണിനുള്ള സ്കോപ്പുള്ള ഒരു എപ്പിസോഡായി മാറാൻ ഹൈലി ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഗൗരി എന്നൊരു കഥാപാത്രം ഉണ്ടാകുമ്പോൾ രമ എന്നൊരു കഥാപാത്രം കൂടി വന്നു കഴിഞ്ഞാൽ ശ്രീകുട്ടൻ്റെ റിയാക്ഷൻസ്, ശ്രീകുട്ടൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബാലിൻ്റെ കൗണ്ടറും കൂടി ആകുമ്പോൾ എപ്പിസോഡ് വേറെ ലെവലിൽ ഹിറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി രമ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹൈലി ചാൻസസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സീസൺ 1 നമുക്കറിയാം നിരന്തരമായിട്ട് ഏകദേശം ഒരു പകുതിയോളം എപ്പിസോഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സീസൺ 2 ഒരു അവസാന ഘട്ടത്തിൽ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ബാസി അണ്ണൻ്റെ റിയൽ വൈഫാണ് ഈ രമ എന്നൊരു ആർട്ടിസ്റ്റ്. ബാസി അണ്ണൻ ഉപ്പുമുളകിൽ റൈറ്ററായിരുന്ന കാലത്ത്, സീസൺ 2 റൈറ്ററായിരുന്ന കാലത്തൊന്നും ആ രമ എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ബാസി അണ്ണൻ മാറിയിട്ട് വേറെ റൈറ്റേഴ്സ് വന്നപ്പോഴായിരുന്നു രമ എന്നൊരു കഥാപാത്രത്തെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. സീസൺ 3ലും ഇപ്പോഴും ബാസിയണം തന്നെയാണ് റൈറ്റർ. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിന് റീ എൻട്രി വരുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്കറിയാം ഇപ്പോൾ മുളം സീസൺ 3 ബാലുവൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകരുടെയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രത്തെയും കൂടി ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി തന്നെയാണ്. മാത്രമല്ല രമ എന്നൊരു കഥാപാത്രം മാത്രമല്ല, സീസൺ 1 ഒരുപാട് കഥാപാത്രങ്ങൾ, സീസൺ 2 പോലും വരാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ സീസൺ 1 അവരെല്ലാവരെയും പതുക്കെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ കുറച്ച് പുതിയ കഥാപാത്രങ്ങളെയൊക്കെ, അതായത് നിറം മുരളിയാണ് എന്ന് പറഞ്ഞിട്ട് പുതിയ കഥാപാത്രങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവരോടൊപ്പം തന്നെ പഴയ കഥാപാത്രങ്ങളെയും, ഓട്ടോ ചാന്ദ്രൻ എന്ന കഥാപാത്രവും രമ എന്നൊരു കഥാപാത്രവും ജയന്തനും നവാസും ഷുക്കൂർ എന്നിട്ട് ഈ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇവരെല്ലാവരും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഉറപ്പായിട്ടും എൻജോയബിൾ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾ ഇവരുടെ എല്ലാവരുടെയും ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.